വത്തിക്കാൻ വോയിസ് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടെ ഈ പുത്തനാണ്ടിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സന്ദേശങ്ങളാണ്, പ്രസംഗങ്ങളാണ് മുഖ്യമായും ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നത്. ഇന്ന് ഞാൻ ജനുവരി 1-ാം തീയതിയോടനുബന്ധിച്ച് പരിശുദ്ധ പിതാവ് പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള ഒരു സന്ദേശമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ജനുവരി 1 സഭയെ സംബന്ധിച്ചിടത്തോളം ലോകമെമ്പാടും സമാധാനത്തിൻ്റെ ദിനമായി ആചരിക്കുകയാണ് ചെയ്യുന്നത്. അന്ന് തന്നെയാണ് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മാതൃത്വ തിരുനാളും തിരുസഭ ആചരിക്കുന്നത്. എല്ലാ കൊല്ലവും പരിശുദ്ധ പിതാവ് സമാധാനത്തിൻ്റെ ഒരു സന്ദേശം, അതിന് വേണ്ടുന്ന കാര്യം ലോകത്തോട് സംസാരിക്കാറുണ്ട്. ഏറ്റവും പ്രത്യേകമായി ക്രിസ്ത്യാനികളോട് സംസാരിക്കാറുണ്ട്. കഴിഞ്ഞ കൊല്ലം നിർമ്മിത ബുദ്ധിയെക്കുറിച്ചാണ്, ഒരു ആനുകാലിക പ്രശ്നം, അതിൻ്റെ ധാർമ്മികത, അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് എങ്കിൽ ഈ കൊല്ലം പരിശുദ്ധ പിതാവ് നൽകിയിരിക്കുന്ന സന്ദേശം ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിക്കണമേ, ഞങ്ങൾക്ക് സമാധാനം നൽകണമേ എന്ന ഒരു പ്രാർത്ഥനയുടെ രൂപത്തിലുള്ള സന്ദേശമാണ് നൽകിയിരിക്കുന്നത്. സമാധാനത്തിനു വേണ്ടി ഏറ്റവും കൂടുതൽ സ്വരമുയർത്തുന്നത് പരിശുദ്ധ പിതാവാണ്. യുദ്ധങ്ങൾ കൊണ്ട് വല്ലാതെ വലയുന്ന ഈ ലോകത്തിനു മുമ്പിൽ സമാധാനത്തിൻ്റെ സന്ദേശമാണ് നൽകുന്നത്. ഈ പുത്തനാണ്ടിൻ്റെ ആരംഭത്തിൽ ഈ കൊല്ലം സമാധാന ദിനം ആചരിക്കുമ്പോഴും പരിശുദ്ധ പിതാവ് അതുതന്നെയാണ് നൽകിയിരിക്കുന്നത്. പിതാവിൻ്റെ സന്ദേശത്തിലേക്ക് നമുക്ക് വരാം. ഒന്നാമത്തെ പോയിൻ്റായി പറഞ്ഞു തുടങ്ങിയത് വംശനാശ ഭീഷണി നേരിടുന്ന മനുഷ്യരാശിയുടെ അപേക്ഷ കേൾക്കണം എന്ന രീതിയിലാണ് മാർപ്പാപ്പ പറഞ്ഞു തുടങ്ങുന്നത്. ഈ പുതുവർഷത്തിൻ്റെ പുലരിയിൽ മാർപ്പാപ്പയുടെ വാക്കുകൾ, സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് പ്രത്യാശയുടെ ആത്മാവിൽ നമുക്ക് സമ്മാനിച്ച ഒരു ജൂബിലി വർഷമാണ് ഇത്. നമുക്കറിയാവില്ല, 2025 നമ്മുടെ കർത്താവായ ഈശോയുടെ ജനനത്തിൻ്റെ 2025-ാം വാർഷികം നമ്മൾ ആഘോഷിക്കുകയാണ്. അത് ദൈവം നമുക്ക് നൽകിയ, ആത്മാവിൽ നൽകിയ പ്രത്യാശയുടെ സമ്മാനമാണ് എന്ന് മാർപ്പാപ്പ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാ സ്ത്രീ പുരുഷന്മാരോടും ഈ വർഷത്തിൽ ഞാൻ സമാധാനത്തിൻ്റെ ഹൃദയംഗമമായ ആശംസകൾ അർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മാർപ്പാപ്പ തുടക്കം കുറിച്ചത്. തങ്ങളുടെ മുൻകാല തെറ്റുകളിൽ ഞെരുക്കപ്പെടുന്നവരും, തെറ്റുകൾ ചെയ്തതിൻ്റെ പേരിൽ വിഷമിക്കുന്ന ആളുകളുണ്ടല്ലോ, പീഡിപ്പിക്കപ്പെടുന്നവരുമുണ്ട്, മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകളാൽ ഭാരപ്പെടുന്നവരുമുണ്ട്, സ്വന്തം ജീവിതത്തിൽ പ്രത്യാശയുടെ ഒരു നുറുങ്ങുവെട്ടം പോലും കാണാൻ കഴിവില്ലാത്ത ആളുകളുമുണ്ട്. അവരെ എല്ലാം ഞാൻ ഇപ്പോൾ പ്രത്യേകം ഓർമ്മിക്കുന്നു, അവരെപ്പറ്റി ചിന്തിക്കുന്നു എന്നും പരിശുദ്ധ പിതാവ് ഈ ആമുഖത്തിൽ പറയുകയാണ്. എല്ലാവർക്കും ഞാൻ പ്രത്യാശയും സമാധാനവും ആശംസിക്കുന്നു. കാരണം ഇത് രക്ഷകൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉത്ഭവിച്ച കൃപയുടെ വർഷമാണ് 2025. അതുകൊണ്ടാണ് മാർപ്പാപ്പ പ്രത്യാശയും സമാധാനവും നമുക്ക് ആശംസിക്കുന്നത്, അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മോട് ഈ രേഖയിൽ ആവശ്യപ്പെടുന്നത്. കത്തോലിക്കാ സഭ ഹൃദയങ്ങളിൽ പ്രത്യാശ നിറയ്ക്കുന്ന ഒരു സംഭവമായി ഈ വർഷത്തെ കാണുകയാണ്. ഈ ജൂബിലി വർഷത്തെ മുഴുവനും ആഘോഷിക്കുന്നത് ആ പശ്ചാത്തലത്തിലാണ്. ജൂബിലിയെ പറ്റി മാർപ്പാപ്പ പറയുകയാണ്, ജൂബിലി ഒരു പുരാതന ആചാരത്തെ അനുസ്മരിപ്പിക്കുന്നുണ്ട്. ഓരോ 49-ാം വർഷത്തിലും, നമുക്കറിയാം പഴയ നിയമത്തിലെ ലേവ്യരുടെ പുസ്തകത്തിൽ 15-ാം അധ്യായത്തിൽ നമ്മോട് പറയുന്നത് എല്ലാ 50-ാം വർഷത്തിലും ജൂബിലി ആഘോഷിക്കണം എന്നാണ്. ആട്ടുകൊറ്റൻ്റെ കൊമ്പ് കൊണ്ട് കാഹളം മുഴക്കിയാണ് എബ്രായ ഭാഷയിൽ ജൂബിലിയും
അതിന് ജോബൽ എന്നാണ് പറയുന്നത്, ഇത് നടത്തിയിരുന്നത്. അതുകൊണ്ട് ഊതുന്നതോടുകൂടി ജൂബിലി ആരംഭിക്കുകയാണ്. സർവ്വജനങ്ങൾക്കും വിടുതലും സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കുന്ന വർഷമാണത്. ലേവ്യരുടെ പുസ്തകം ഞാൻ 15 ആദ്യം പറഞ്ഞ് തെറ്റിപ്പോയി, 25-ാം അധ്യായത്തിലാണ് അത് കൊടുത്തിരിക്കുന്നത്. അത് 10-ാം വചനത്തിലാണ് ഈ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന, എല്ലാ മനുഷ്യർക്കും പ്രഖ്യാപിക്കുന്ന കാര്യം പറഞ്ഞ് വച്ചിരിക്കുന്നത്. ഈ മഹത്തായ പ്രഖ്യാപനം ദേശത്തുടനീളം പ്രതിധ്വനിക്കുകയാണ് ചെയ്യുന്നത്. പ്രതിധ്വനിപ്പിക്കണം എന്നും അന്ന് കൽപ്പനയുണ്ടായിരുന്നു. ലേവ്യരുടെ പുസ്തകത്തിൽ 9-ാം തിരുവചനത്തിൽ നമ്മളത് വായിക്കും. 25-ാം അധ്യായം ലേവ്യർ. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദൈവിക നീതി പുനഃസ്ഥാപിക്കപ്പെടുന്നു. അതാണ് ഈ ജൂബിലി ആഘോഷം വഴി സംഭവിക്കുന്നത്. ഭൂവിനിയോഗത്തിലും സാധനങ്ങൾ കൈവശം വയ്ക്കുന്നതിലും മറ്റുള്ളവരുമായുള്ള ബന്ധത്തിലും എല്ലാറ്റിനുമുപരി നിഷ്കാസിതരും ദരിദ്രരുമായവരുമായുള്ള ബന്ധത്തിലും നീതി പുനഃസ്ഥാപിക്കപ്പെടാൻ വേണ്ടിയുള്ള ഒരു വലിയ സംവിധാനം, ദൈവത്തിൻ്റെ ആഹ്വാനമായിരുന്നു ജൂബിലി കൊണ്ട് സംഭവിച്ചിരുന്നത്. നമ്മൾ 25-ാം അധ്യായം ലേവ്യരുടെ പുസ്തകം നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് നല്ലതാകുന്നു. അടിച്ചമർത്തലിന് വിധേയരാക്കപ്പെടാൻ വേണ്ടി ആരും ലോകത്തിലേക്ക് വരുന്നില്ല എന്ന് മാർപ്പാപ്പ പറയുകയാണ്. അടിമപ്പെടാനല്ല ഈ ലോകത്തിലേക്ക് മനുഷ്യർ വരുന്നത്. പിന്നെന്താണ്? ആ കാര്യമാണ് കാഹളധ്വനിയിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. മുഴുവൻ ജനങ്ങളെയും, ധനികരെയും ദരിദ്രരെയും ഒരുപോലെ അത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആരും അടിമകളായിരിക്കാൻ ഈ ലോകത്തിലേക്ക് വരുന്നില്ല. നാം എല്ലാവരും പരസ്പരം സഹോദരീ സഹോദരന്മാരും ഒരു പിതാവിൻ്റെ പുത്രീപുത്രന്മാരുമാണ് എന്ന കാര്യമാണ് നമ്മളെ ഈ ജൂബിലി ഓർമ്മിപ്പിക്കേണ്ടത്. കർത്താവിൻ്റെ ഹിതപ്രകാരം സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ വേണ്ടി ജനിക്കുന്നവരാണ് എല്ലാ ആളുകളും എന്ന സന്ദേശം ജൂബിലി നമുക്ക് നൽകുന്നുണ്ട്. ലേവ്യരുടെ പുസ്തകം 25-ാം അധ്യായം 17, 25, 43, 46, 55 എന്നീ വചനങ്ങൾ പ്രത്യേകം പറയുന്ന ആശയങ്ങളാണ് വളരെ സംക്ഷിപ്തമായി ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അപ്പം ജൂബിലി വർഷത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് എല്ലാ മനുഷ്യർക്കും സമാധാനവും ഐശ്വര്യവും സുസ്ഥിതിയുമൊക്കെ കരഗതമാക്കാനുള്ള സംഭവമാണ് അതുവഴി നടക്കുന്നത്. അതുവഴിയാണല്ലോ സമാധാനം യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത്. ജൂബിലി എന്നത് നമ്മുടെ കാലത്ത് ദൈവിക നീതി സ്ഥാപിക്കാൻ നമ്മെ പ്രചോദിപ്പിക്കുന്ന ഒരു സംഭവമാണ്. മാർപ്പാപ്പ പറയുകയാണ്, ജൂബിലി നമ്മുടെ കാലത്ത് എന്താണ്? ദൈവിക നീതി സ്ഥാപിക്കാൻ നമ്മെ പ്രചോദിപ്പിക്കുന്ന, പ്രേരിപ്പിക്കുന്ന, നിർബന്ധിക്കുന്ന ഒരു സംഭവമാണ്. ജൂബിലി കൃപയുടെ ഒരു വർഷമാണ്. ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ ആട്ടുകൊറ്റൻ്റെ കൊമ്പിന് പകരം, പഴയ നിയമത്തിൽ ആട്ടുകൊറ്റൻ്റെ കൊമ്പ് കൊണ്ടുള്ള ആ കുഴലൂത്താണ് നടന്നിരുന്നത് എങ്കിൽ മാർപ്പാപ്പ പറയുകയാണ്, ആശയറ്റവരുടെ സഹായത്തിനായുള്ള നിലവിളി ആബേലിൻ്റെ രക്തത്തിൻ്റെ നിലവിളി പോലെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉയരുന്ന ഒരു സമയമാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ യുദ്ധങ്ങളും കലഹങ്ങളും അസമത്വങ്ങളും ഒക്കെ നടക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് പരിശുദ്ധ പിതാവ് ഇത് പറയുന്നത്. ഇന്ന് ഉയരുന്ന എന്തിനാണ്? ആശയറ്റവരുടെ സഹായത്തിനുള്ള നിലവിളിയാണ് ദൈവത്തിൻ്റെ പക്കലേക്ക് ഉയരുന്നത്. ദൈവത്തിന് ഒരിക്കലും ആ നിലവിളി കേൾക്കാതിരിക്കാൻ പറ്റില്ല. അതാണ് ഒരു വലിയ സന്ദേശം, ബൈബിൾ നമുക്ക് നൽകുന്ന സന്ദേശമാണത്. മാർപ്പാപ്പ നമ്മളെ ശക്തമായി ഓർമ്മിപ്പിക്കുകയാണ്. ദൈവത്തിന് ഒരിക്കലും മനുഷ്യൻ്റെ, വേദനിക്കുന്നവരുടെ, ദുരിതമനുഭവിക്കുന്നവരുടെ, സഹിക്കുന്നവരുടെ നിലവിളി കേൾക്കാതിരിക്കാൻ പറ്റില്ല. അവനവിടുന്ന് കേൾക്കുന്നവനാണ്. ഭൂമി ചൂഷണം ചെയ്യപ്പെടുന്നതും
നമുക്കറിയാം, നമ്മുടെ പ്രകൃതിയെ നമ്മൾ ചൂഷണം ചെയ്യുന്നതിനെ പറ്റിയാണ്. ചൂഷണം ചെയ്യപ്പെടുന്നതും നമ്മുടെ അയൽക്കാരൻ അടിച്ചമർത്തപ്പെടുന്നതുമായ നിരവധി സാഹചര്യങ്ങളെ അപലപിക്കാനും വിളിച്ചു പറയാനും നമുക്ക് ബാധ്യതയുണ്ട്. ഇന്നത്തെ തിന്മയെ പറ്റിയാണ്. സഹോദരൻ അടിച്ചമർത്തപ്പെടുന്നെങ്കിൽ അതിനെതിരെ സ്വരമുയർത്താൻ നമുക്ക് ചുമതലയുണ്ട്. ഭൂമി ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ, അന്യായമായ അത് ഉപയോഗിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതും വിളിച്ചു പറയാനുള്ള ബാധ്യത നമുക്കുണ്ട്. ഈ അനീതികൾ ചിലപ്പോൾ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞതുപോലെ പാപത്തിൻ്റെ ഘടനകൾ എന്ന് വിളിക്കുന്ന രൂപത്തിൽ പ്രത്യക്ഷപ്പെടാം. പാപത്തിൻ്റെ ഒരു സ്ട്രക്ചർ ഓഫ് സിൻ, പാപം ഈ ഘടനയിൽ തന്നെയുണ്ട്. മനുഷ്യൻ്റെ പൊതുവിലുള്ള, വ്യക്തിപരമായി മാത്രമല്ല സമൂഹപരമായും അത് നമ്മുടെ ഈ ഭൂമിയിൽ മനുഷ്യരുടെ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായി രൂപം കൊള്ളുന്നുണ്ട് എന്ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞതിനെ ഇവിടെ ഫ്രാൻസിസ് മാർപ്പാപ്പ എടുത്ത് ഉപയോഗിക്കുകയാണ്. അത് പ്രത്യക്ഷപ്പെടാമെന്ന് പറയുകയാണ്. അത് ഉയരുന്നത് ചിലരുടെ ഭാഗത്തു നിന്നുള്ള അനീതിയിൽ നിന്ന് മാത്രമല്ല. ചിലർ നടത്തുന്ന അനീതിയുടെ ഫലമായിട്ട് പ്രശ്നങ്ങളുണ്ട്. അത് മാത്രമല്ല, കുഴപ്പങ്ങളുടെ ഒരു ശൃംഖലയാൽ അത് ഏകീകരിക്കപ്പെട്ടിരിക്കുന്നു. പലതരത്തിലുള്ള കുഴപ്പങ്ങളുണ്ട് അവിടെയുണ്ട്. അത് നിലനിർത്തപ്പെടുന്നു. ആ സ്ട്രക്ചർ നിലനിർത്തപ്പെടുന്നത് കൊണ്ടും ആണ് എന്ന് പരിശുദ്ധ പിതാവ് പറയുകയാണ്. അടുത്തൊരു ചിന്തയിലേക്ക് മാർപ്പാപ്പ വരുന്നത്, നമ്മുടെ മാനവകുലത്തെ ഇപ്പോൾ ബാധിക്കുന്ന സംഘർഷങ്ങൾക്ക് യുദ്ധങ്ങളുണ്ട്, കലഹങ്ങളുണ്ട്. പരോക്ഷമായെങ്കിലും ഇന്ധനം നൽകുന്ന പ്രവർത്തനങ്ങളിൽ തുടങ്ങി ഇന്ധനം നൽകി അതിനെ പരിപോഷിപ്പിക്കുന്ന സംഭവങ്ങളുണ്ട്. നമ്മുടെ പൊതുഭവനമായ ഭൂമിയുടെ നാശത്തിന് ഏതെങ്കിലും വിധത്തിൽ കാരണക്കാരാണെന്ന് നാം തിരിച്ചറിയണം എന്ന് മാർപ്പാപ്പ പറയുകയാണ്. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾക്ക് നാമാണ് ഉത്തരവാദികൾ എന്ന കാര്യം. വ്യത്യസ്തവും പരസ്പര ബന്ധിതവുമായ വ്യവസ്ഥാപിത വെല്ലുവിളികൾ അങ്ങനെ സൃഷ്ടിക്കപ്പെടുകയും ഒരുമിച്ച് നമ്മുടെ ലോകത്ത് നാശം വിതയ്ക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പരിശുദ്ധ പിതാവ് നമ്മോട് പറയുകയാണ്. പ്രത്യേകിച്ച് എല്ലാ തരത്തിലുമുള്ള അസമത്വങ്ങൾ, ഏത് അസമത്വവും തിന്മയാണ്. അത് മനുഷ്യൻ സൃഷ്ടിക്കുന്നതാണ്, ദൈവത്തിൻ്റെ പദ്ധതിയല്ല. പ്രത്യേകിച്ച് എല്ലാ തരത്തിലുമുള്ള അസമത്വങ്ങൾ, കുടിയേറ്റക്കാരോടുള്ള മനുഷ്യത്വരഹിതമായ പെരുമാറ്റം, പുറത്തുനിന്ന് വരുന്ന ആളുകളോട് നമ്മൾ ഒരു ദയയില്ലാതെ, കരുണയില്ലാതെ, അന്യരെന്ന നിലയിലുള്ള പെരുമാറ്റം, പാരിസ്ഥിതിക തകർച്ച, ഇത് നിലനിൽക്കുന്ന പ്രശ്നങ്ങളിലേക്കാണ് മാർപ്പാപ്പ നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരുന്നത്. ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ ഉതകുന്ന തെറ്റായ വിവരങ്ങൾ. ഒരു സത്യാനന്തര ലോകത്താണ് നാം ജീവിക്കുന്നത്, സത്യമില്ലാത്ത ലോകത്തെന്ന് അതിനെപ്പറ്റി പറയാറുണ്ട്. കൂടിയാലോചനകളിൽ ഏർപ്പെടാനുള്ള വൈമുഖ്യം, പലപ്പോഴും പ്രശ്നങ്ങൾ തീരുന്നത് സംഭാഷണത്തിലൂടെയാണല്ലോ. അതിനുള്ള വൈമുഖ്യം നമ്മൾ കാണുന്നു. യുദ്ധത്തിനായി ചെലവഴിക്കുന്ന വലിയ വിഭവം, എന്തുമാത്രം വലിയ തുകയാണ് യുദ്ധത്തിന് വേണ്ടി ചെലവഴിക്കുന്നത്. ഇതെല്ലാം പ്രശ്നമാണ്, സമാധാനത്തിന് അപകടകരമാണ്. ഒരുമിച്ചെടുത്താൽ ഇവയെല്ലാം മാനവരാശിയുടെ മൊത്തത്തിലുള്ള നിലനിൽപ്പിന് ഭീഷണിയാണ് എന്ന് മാർപ്പാപ്പ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതിനാൽ ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ, ജൂബിലി വർഷത്തിൻ്റെ തുടക്കത്തിൽ, അനീതിയുടെ ബന്ധനങ്ങൾ തകർക്കുന്നതിനും, അതാണ് ചെയ്യണം, അനീതിയുടെ ബന്ധനങ്ങൾ തകർക്കുന്നതിനും ദൈവിക നീതി പ്രഘോഷിക്കുന്നതിനും വേണ്ടി ഒരുമിച്ചും വ്യക്തിപരമായും മാനവരാശിയുടെ അഭ്യർത്ഥന ശ്രദ്ധിക്കാൻ ആഗ്രഹിക്കുന്നവരാകാനും കഷ്ടത അനുഭവിക്കുന്ന മനുഷ്യരുടെ അഭ്യർത്ഥന ശ്രദ്ധിക്കാനും നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഈ ഒരു വർഷത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ മാർപ്പാപ്പ പറയുകയാണ്. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു. അനീതിയുടെ ബന്ധനങ്ങൾ തകർക്കുന്നതിന് നാം ശ്രദ്ധിക്കണം. ദൈവിക നീതി പ്രഘോഷിക്കുന്നതിന് വേണ്ടി ഒരുമിച്ചും വ്യക്തിപരമായും നമ്മൾ പ്രവർത്തിക്കണം. അത് വലിയ ഉത്തരവാദിത്തമാണ്.
കഷ്ടത അനുഭവിക്കുന്ന മനുഷ്യരുടെ മേൽ നമുക്ക് ശ്രദ്ധയുണ്ടാകണം. അതൊക്കെ നടക്കേണ്ട ഒരു കാലഘട്ടമാണ്. അതൊക്കെയാണ് സമാധാനത്തിന് ആവശ്യം എന്ന് പരിശുദ്ധ പിതാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഒറ്റപ്പെട്ട ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മതിയാവുകയില്ല പ്രശ്നം പരിഹരിക്കുന്നതിന്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, പരസഹായം നമ്മൾ ചെയ്യുന്നത് കൊണ്ട് മാത്രമായില്ല, ഒറ്റപ്പെട്ട ചെയ്തത് കൊണ്ട് മാത്രമായില്ല. പിന്നെ എന്ത് ചെയ്യണം? ഘടനാപരവും, മാർപ്പാപ്പ പറഞ്ഞതുപോലെ നമ്മുടെ ലോകത്ത് നിലനിൽക്കുന്ന ഘടനാപരമായ സാംസ്കാരികവുമായ മാറ്റം ആണ് ആവശ്യം. ചിന്താഗതിയിലുള്ളൊരു മാറ്റമാണ് ആവശ്യം. ഘടനകളെ മാറ്റാനുള്ള ഒരു ശ്രമമാണ് ആവശ്യം. അങ്ങനെ ശാശ്വതമായ ഒരു ചലനം, മാറ്റം ഈ ലോകത്ത് ഉണ്ടാകണം. ആമുഖത്തിൽ പറഞ്ഞു വെച്ച കാര്യങ്ങളാണ്. തുടർന്ന് മാർപ്പാപ്പ പറയുന്നത് സാംസ്കാരികമായൊരു മാറ്റം ആണ് ഉണ്ടാകേണ്ടത്. നാം എല്ലാവരും കടക്കാരാണ് എന്ന ഒരു ചിന്തയും മാർപ്പാപ്പ അവതരിപ്പിക്കുകയാണ്. നാം എല്ലാവരും കടക്കാരാണ്. ഇന്നത്തെ അനീതിയുടെ അവസ്ഥകൾ അഭിമുഖീകരിക്കുന്നതിനും ഭൂവിഭവങ്ങൾ പ്രബലമായുള്ള ചുരുക്കം ചിലർക്ക് വേണ്ടിയുള്ളതല്ല, അതെല്ലാവർക്കും വേണ്ടിയുള്ളതാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നതിലൂടെയും അനീതിയുടെ അവസ്ഥയ്ക്ക് മാറ്റങ്ങൾ വരുത്തുന്നതിനും നീതി സ്ഥാപിക്കുന്നതിനും വേണ്ടി നിരവധി മാറ്റങ്ങൾ വരുത്താൻ ഈ ജൂബിലി ആഘോഷം നമ്മളെ പ്രേരിപ്പിക്കും. വളരെ ക്ലിയറാണത്. പറഞ്ഞു വരുന്നൊരാശയം അല്പം കൂടി വിശദീകരിക്കുകയാണ് പാപ്പ. ഇന്നത്തെ അനീതിയുടെ അവസ്ഥകൾ അഭിമുഖീകരിച്ചേ പറ്റൂ, നേരിട്ടേ പറ്റൂ. നമ്മുടെ ഭൂവിഭവങ്ങൾ, സ്വത്തുക്കൾ, ഭൂമി പ്രബലരായ ചുരുക്കം പേർക്ക് വേണ്ടിയുള്ളതല്ല എന്ന ചിന്തയുണ്ടാകണം. അങ്ങനെയാണ് ഇപ്പോൾ ലോകത്ത് നടക്കുന്നത്. 10% ആളുകൾ ലോകത്തിൻ്റെ വിഭവങ്ങളുടെ 80% ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് കണക്കുകളൊക്കെ കാണിക്കുന്നത്. അപ്പം ചുരുക്കം പേരുടെയിലേക്ക് അത് കടന്നു വരുന്നു, ചുരുക്കം രാജ്യങ്ങളിലേക്ക് അത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. അത് വലിയൊരു അനീതി, വിടവ്, അസമത്വം ഉണ്ടാകുന്നു എന്നതാണ് സൂചന. അതെല്ലാവർക്കും വേണ്ടിയാണ് ഭൂമി എല്ലാവരുടേതുമാണ്. പഴയ നിയമത്തിൽ ദൈവം അതാണ് പറയുന്നത്. അതുകൊണ്ടാണ് ജൂബിലി വർഷത്തിൽ എല്ലാവർക്കും വീണ്ടും തുല്യതയിലേക്ക് വരാനുള്ള ആഹ്വാനം നൽകപ്പെട്ടത്. ആരംഭത്തിൽ നമ്മളത് പറഞ്ഞു തുടങ്ങിയതാണ്. അങ്ങനെ നമുക്ക് അനീതിയുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ സാധിക്കുകയുള്ളൂ. നീതി സ്ഥാപിക്കുന്നതിന് വേണ്ടി നിരവധി മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് ഈ ജൂബിലി വർഷത്തിൽ ശ്രദ്ധിക്കണം. അതാണ് മാർപ്പാപ്പയുടെ ആഹ്വാനം. സിസേറിയായിലെ വിശുദ്ധ ബേസിലിൻ്റെ വാക്കുകൾ മാർപ്പാപ്പ ഇവിടെ ഉദ്ധരിക്കുന്നുണ്ട്. അത് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കുമെന്നും മാർപ്പാപ്പ നമ്മോട് പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം. അത് മനോഹരമാണ്. ആദ്യകാലത്ത് ഈ സഭാപിതാക്കന്മാർ ഈ ഒരു ചിന്ത വളരെ ശക്തമായി അവതരിപ്പിച്ചിട്ടുണ്ട്. ക്രിസോസ്റ്റോം പിതാവാണെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ബേസിലിൻ്റെ വാക്കുകൾ കേൾക്കാം. എന്നോട് പറയൂ, നിങ്ങൾക്ക് എന്താണ് സ്വന്തമായിട്ടുള്ളത്? ഇതാണ് ചോദിക്കുന്നത് അദ്ദേഹം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ എവിടെ നിന്നാണ് അവ കണ്ടെത്തിയത്? നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്, നിങ്ങളുടേതാണെന്ന് പറയുന്ന ഈ സ്വത്തൊക്കെ എവിടെ നിന്നാണ് നീ ഉണ്ടാക്കിയത്, നീ കണ്ടെത്തിയത്? അമ്മയുടെ ഉദരത്തിൽ നിന്നും നഗ്നനായല്ലേ നീ പുറത്ത് വന്നത്? നഗ്നനായല്ലേ നീ മടങ്ങുന്നത്? നിന്റെ സ്വത്തുക്കൾ എവിടെ നിന്ന് ലഭിച്ചു? ഭാഗ്യം കൊണ്ട് ഇത് സ്വാഭാവികമായി നിങ്ങളിലേക്ക് വന്നു എന്ന് നിങ്ങൾ പറഞ്ഞാൽ സ്രഷ്ടാവിനെ തിരിച്ചറിയാതെ, ദാതാവിനോട് നന്ദി കാണിക്കാതെ നിങ്ങൾ ദൈവത്തെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. നന്ദിയില്ലാതെ നമുക്ക് ദൈവിക ദാനങ്ങൾ തിരിച്ചറിയാൻ കഴിയുകയില്ല, ബേസിൽ പറയുകയാണ്. എന്നിരുന്നാലും തൻ്റെ അനന്തമായ കാരുണ്യത്താൽ കർത്താവ് പാപികളായ മനുഷ്യരെ കൈവിടുന്നില്ല. പകരം ഈശോ മിശിഹായിലൂടെ എല്ലാവർക്കും നൽകപ്പെട്ട രക്ഷാകരമായ വിടുതലിലൂടെ അവൻ്റെ ജീവൻ്റെ ദാനത്തെ വീണ്ടും ഉറപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കണമേ. മത്തായിയുടെ സുവിശേഷത്തിൽ ഈശോ പറഞ്ഞ വാചകമാണത്. 6:12 ക്ഷമിക്കണമേ,
എന്ന് പ്രാർത്ഥിക്കാൻ നമ്മോട് ആവശ്യപ്പെട്ടത്. പിതാവുമായുള്ള ബന്ധം ഒരിക്കൽ നമുക്ക് നഷ്ടപ്പെട്ടാൽ കൈക്കുള്ളവൻ കാര്യക്കാരൻ എന്ന രീതിയിൽ ചൂഷണത്തിൻ്റെയും അടിച്ചമർത്തലിൻ്റെയും യുക്തിയാൽ മറ്റുള്ളവരുമായുള്ള നമ്മുടെ ബന്ധം നിയന്ത്രിക്കപ്പെടുമെന്ന മിഥ്യാധാരണയെ നാം വിലമതിക്കാൻ തുടങ്ങും. ദൈവത്തോടുള്ള ബന്ധമില്ലെങ്കിൽ വരുന്നതാണ് മറ്റുള്ളവരെ നമ്മൾ അടിച്ചമർത്താൻ ഇടയാകുന്നത് എന്ന് പറയുകയാണ്. അപ്പം നമുക്ക് ഈ എപ്പിസോഡ് അവസാനിക്കേണ്ട സമയമായിരിക്കുന്നു. മാർപ്പാപ്പയുടെ സന്ദേശം തുടരുന്നു. നമുക്ക് അടുത്ത എപ്പിസോഡിൽ അത് കേൾക്കാനായിട്ട് അവസരമുണ്ടാകട്ടെ. എല്ലാ പുത്തനാണ്ടിൻ്റെ ആരംഭത്തിലാണ് ഇത് ഞാൻ ചെയ്യുന്നത്. എല്ലാവർക്കും പുത്തനാണ്ടിൻ്റെ 2025 എല്ലാവിധ ഭാവുകങ്ങളും ഹൃദയപൂർവ്വം ആശംസിക്കുന്നു.